ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റർ മെക്ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത്, തൃശ്ശൂർ ഗഡിയോളെ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഓട്ടോ എക്സ്പോ 2023 ഓൾ കേരള വർക്ക്ഷോപ്പ് അസോസിയേഷൻ നടത്തുന്ന എക്സ്പോ ആണ്. അതിൽ സർവോൻ്റെ ഇതിലാണ് കേട്ടോ, സ്റ്റോളിലാണ്. അപ്പോൾ എൻജിൻ ഓയിലിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള ആൾ സർവോൻ്റെ സ്റ്റോളിൽ ഞാൻ കണ്ടു. എനിക്ക് മുന്നേ പരിചയമുള്ള ആളാണ് ജെയ്സൺ ചേട്ടൻ. അപ്പോൾ നമുക്ക് ജെയ്സൺ ചേട്ടനോട് നമുക്ക് ഓയിലുകളെ കുറിച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. സർവോൻ്റെ തൃശ്ശൂർ ജില്ലയിലെ ഡിസ്ട്രിബ്യൂഷനിലെ സെയിൽസ് മാനേജറാണ്. നമ്മൾ ഓയിലുകളെ കുറിച്ച് അറിയാനായിട്ട് എൻ്റെ പേര് ശരത്ത് ഭായിയുടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പഴയ കാലത്തെ വണ്ടികളിൽ ഉപയോഗിച്ച ഓയിലും പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന വണ്ടികളുടെ ഓയിൽ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയാൻ താല്പര്യമുള്ളതെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന ഭാഷയിൽ അദ്ദേഹത്തിനോട് സംവദിക്കുകയാണ്. പഴയ കാലത്തും പുതിയ കാലത്തും ഉപയോഗിച്ച എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഓയിലുകളുടെ വ്യത്യാസമാണ് ശരത് ഭായ് നമ്മോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ അറിയാവുന്ന ഭാഷയിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതിലൊരു കോൾ വന്ന് നമ്മൾ കട്ടായി പോയി. അപ്പൊ വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പൊ പഴയ കാലത്ത് നമ്മൾ 2040 ഗ്രേഡിലുള്ള ഓയിലുകളും 40 ഗണത്തിലുള്ള മോണോ ഗ്രേഡിലുള്ള ഓയിലാണ് ഉപയോഗിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ടെക്നോളജി മാറിക്കഴിഞ്ഞപ്പോൾ ഈ 40ക്ക് പകരം നമുക്ക് 15W40 എന്ന് പറയുന്ന മൾട്ടി ഗ്രേഡിലുള്ള ഓയിൽ നമുക്ക് വന്നു തുടങ്ങി. ആ മൾട്ടി ഗ്രേഡിലുള്ള ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എഞ്ചിനകത്ത് നമുക്ക് കൂടുതൽ എഞ്ചിൻ ഡ്രെയിൻ പീരീഡിന്റെ നമുക്ക് കൂടുതൽ കിട്ടും. നമുക്ക് എഞ്ചിന്റെ മൈലേജ് വർദ്ധിപ്പിക്കാൻ ഒരു പരിധിവരെ അത് സഹായിക്കും. അങ്ങനെ നമുക്ക് അത് വീണ്ടും നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് 15W40 CF4 ഗ്രേഡിൽ നിന്നും നമുക്ക് CH4ലേക്കും CI4ലേക്കും CK4 വരെ എത്തി നിൽക്കുന്നുണ്ട് ഡീസൽ എഞ്ചിൻ ഓയിലുകൾ. ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് 10W30 ഗ്രേഡിലുള്ള ഡീസൽ എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന പുതിയ പിക്കപ്പുകൾക്ക് ഉപയോഗിക്കുന്ന 10W30 ഡീസൽ എഞ്ചിൻ ഓയിലുകൾ, പെട്രോൾ വണ്ടികൾക്ക് ഉപയോഗിക്കുന്നത് 5W30 ഗണത്തിലുള്ള പെട്രോൾ എഞ്ചിൻ ഓയിലുകൾ, പെട്രോളിനും ഡീസലിനും ഉപയോഗിക്കാൻ പറ്റിയ സിന്തറ്റിക് കെമിസ്ട്രി അടങ്ങിയ 5W30 ഓയിലുകൾ. അതുപോലെ തന്നെ നമുക്കിപ്പോ 0W20 ഗ്രേഡിലുള്ള വിസ്കോസിറ്റി ഉള്ള ഓയിലുകൾ, 0W16 വിസ്കോസിറ്റിയുള്ള ഓയിലുകൾ, അങ്ങനെ അനവധി ഗ്രേഡിലും തരത്തിലും ഇപ്പോഴത്തെ വണ്ടികൾക്ക് കാലാനുസൃതമായി ഉപയോഗിക്കാവുന്ന തരത്തിൽ ഓരോ ദിവസവും നമ്മൾ അതിന്റെ അപ്ഡേഷൻസ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എഞ്ചിനകത്തും നമ്മുടെ OEMസിന്റെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറേഴ്സിന്റെ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മളും ഓയിലിന്റെ ഏറ്റവും വലിയ ഒരു R&D ഏതാണ്ട് 1500-ലധികം സയന്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന ഫരീദാബാദിലെ R&D വഴി നമ്മൾ ദിനം പ്രതി നമ്മൾ റിസർച്ചിലൂടെ അല്ലെങ്കിൽ ഗവേഷണങ്ങളിലൂടെയൊക്കെ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടാ, നമ്മൾ ഇപ്പോ പഴയ എഞ്ചിൻ ഓയിലുകളും പുതിയ എഞ്ചിൻ ഓയിലുകളും ഇപ്പൊ ഇറങ്ങിയല്ലോ. അപ്പൊ ഇത് വണ്ടികളില് എഞ്ചിനുകളിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടാണോ നമ്മള്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോ പഴയ എഞ്ചിൻ ഓയിൽ 20W40 അതുപോലെ തന്നെ 15W40 അങ്ങനത്തെ ഓയിലുകളാണ് പണ്ടത്തെ എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ പുതിയ എഞ്ചിൻ ഓയിലുകൾ ഇപ്പൊ 5W30 അങ്ങനത്തെ എഞ്ചിൻ ഓയിലാണ് നമ്മൾ ഇപ്പൊ കൂടുതൽ കാണുന്നത്. പല ആളുകളും ഇപ്പൊ തെറ്റിദ്ധരിച്ചിട്ട് പല ഓയിൽ കടക്കാരും പറയുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ തൃശ്ശൂർ ജില്ലയിൽ ഇത്തിരി കുറവാണ്, പുറത്തുള്ള ഓയിൽ കടക്കാര് 10W40 ഒഴിക്കുന്നവർക്ക് 5W40 ഒഴിച്ചോ കുഴപ്പമില്ല, തലേ തട്ടി ഒഴിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഓയിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നോർമലി നമ്മുടെ ഒരു വണ്ടിയുടെ വെഹിക്കിൾ മാനുഫാക്ചർ OEM ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ ആ വണ്ടി നിർമ്മിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു വിസ്കോസിറ്റി കൂടി തീരുമാനിക്കുന്നുണ്ട്. അതാത് ഗുണത്തിലുള്ള വാഹനങ്ങൾക്ക് അതാത് കമ്പനികൾ നിർദ്ദേശിക്കുന്ന വിസ്കോസിറ്റിയുള്ള ഓയിലുകൾ ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് നമ്മൾ തട്ടി കുറയ്ക്കുക അല്ലെങ്കിൽ വിസ്കോസിറ്റി കുറയ്ക്കുക കൂട്ടുക നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ അതിന്റെ എഞ്ചിന്റെ പെർഫോമൻസിനകത്ത് നമുക്ക് വ്യത്യാസം വരും. തീരെ കട്ടി പറഞ്ഞാൽ ഓയിൽ കയറി കത്തും. കട്ടി കൂടിക്കഴിഞ്ഞാൽ എഞ്ചിന്റെ മൂവ്മെന്റിൽ അതിന് ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു
മന്ദത, വേഗത കുറവ് അനുഭവപ്പെടും. അപ്പൊ നമുക്ക് കൂടുതൽ ആക്സിലേഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് പ്രകാരം കൂടുതൽ നമുക്ക് മൈലേജ് ഷോട്ട് വരാൻ സാധ്യതയുണ്ട്. എഞ്ചിൻ ചൂടാവും. അങ്ങനെ പല പ്രശ്നങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള വിസ്കോസിറ്റി ആ OEMs ഒറിജിനൽ മാനുഫാക്ചറിന്റെ വിസ്കോസിറ്റി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഈ പഴയ ഓയിൽ അപ്പൊ പറഞ്ഞു തരുന്നത് പഴയ എഞ്ചിൻ ഓയിലിന് ഉപയോഗിക്കുന്ന വണ്ടികളെ 20W40 ഉപയോഗിക്കുന്ന വണ്ടികളിൽ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. ഉപയോഗിച്ച എഞ്ചിൻ ഓയിൽ കത്തിപ്പോകും തന്നെയാണ് അല്ലേ? അതെ, കാരണം അതിനും ഇതിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ എഞ്ചിൻ ഓയിലിന് വിസ്കോസിറ്റി കുറവാകും. അതെ. ഇപ്പൊ പുതിയ വണ്ടികൾക്ക് 20W40 ഉപയോഗിക്കുന്ന പഴയ വണ്ടികളിൽ നമ്മളിപ്പോ 5W30 അല്ലെങ്കിൽ 0W20 0W16 ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറവായതുകൊണ്ട് അത് കത്തിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്, ഒന്നാമത്. പിന്നെ നമ്മുടെ 15W40 ഗണത്തിലുള്ള CF4 ഉപയോഗിച്ച വണ്ടികൾക്ക് നമുക്ക് 15W40 ഗണത്തിലുള്ള CH4 CK4 CA4 ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തടസ്സമില്ല. അതിന്റെ സെയിം വിസ്കോസിറ്റി. അപ്പൊ ഇത് ഈ വിസ്കോസിറ്റിക്ക് അനുസരിച്ച് ഇപ്പൊ പുതിയ മാനുഫാക്ചേഴ്സ് പുതിയ വണ്ടികൾ ഇറക്കുമ്പോൾ എഞ്ചിനിലും അത് ആ വിസ്കോസിറ്റി താങ്ങാനുള്ള രീതിയിലുള്ള എഞ്ചിൻ നിർമ്മാണ രീതിയാവും അതിലുണ്ടാവുക. അതെ. അപ്പൊ നമ്മളിപ്പോ 20W40ന്ന് 5W30 ആവുമ്പോഴത്തേക്ക് വിസ്കോസിറ്റി ഒന്നുകൂടി കുറഞ്ഞു, ഒന്നുകൂടി കുറഞ്ഞു, സാന്ദ്രത കുറഞ്ഞു. അപ്പൊ ആ സാന്ദ്രത കുറവ് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ക്ലിയറൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടികളാവും. പണ്ടത്തെ വണ്ടിയെക്കാട്ടിലും ക്ലിയറൻസ് കുറവായിരിക്കും ഇപ്പോഴത്തെ വണ്ടികളുടെ എഞ്ചിനിൽ മൊത്തത്തിൽ ഉണ്ടാവുക. അപ്പോ കത്തിപ്പോവാനുള്ള ടെൻഡൻസി, ആ ക്ലിയറൻസ് വളരെ കുറച്ച കാരണം കത്തിപ്പോവാനുള്ള ടെൻഡൻസി വളരെ കുറയും. നേരെ മറിച്ച് ഈ പുതിയ എഞ്ചിൻ ഓയിൽ പഴയ വണ്ടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ ക്ലിയറൻസ് ഓൾറെഡി കൂടുതലാവും. ഓൾറെഡി എഞ്ചിൻ ഓയിൽ കൂടുതൽ പെട്ടെന്ന് കത്തിപ്പോവും. അതെ, പുതിയ അതേ സെയിം വിസ്കോസിറ്റി ഉള്ള ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വിസ്കോസിറ്റി കുറഞ്ഞ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കയറി കത്തുന്നതിന്റെ കാരണം ഇതാണ്. ഈ വിസ്കോസിറ്റി കുറഞ്ഞ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന പുതിയ വണ്ടികൾ ഓൾറെഡി ക്ലിയറൻസ് കറക്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പഴയ വണ്ടികൾ ക്ലിയറൻസ് വളരെ കൂടുതലായിരുന്നു. അപ്പൊ ആ പഴയ കട്ടിയിൽ ഓയിൽ ഒഴിച്ചാലാണ് കത്തിപ്പോകാണ്ടിരിക്കുള്ളൂ. അതല്ലെങ്കിൽ ആ ക്ലിയറൻസ് കൂടെ ഇറങ്ങിപ്പോയിട്ട് എഞ്ചിനിൽ പോയിട്ട് കത്തിപ്പോയി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓയിൽ നോക്കി വീണ്ടും ഒഴിക്കേണ്ട അവസ്ഥ വരും. അതെ, അതൊരു പാഴാലിയാണ്. ഈ വിസ്കോസിറ്റി കുറച്ച് എഞ്ചിനോ മറ്റേ ഡീലർമാര് വിസ്കോസിറ്റി കുറച്ചിട്ടുള്ള ഓയിലും അതിനനുസരിച്ചുള്ള എഞ്ചിനും കൊണ്ടുവന്നിട്ടുള്ളത് പഴയ വണ്ടികളെ അപേക്ഷിച്ച് എന്തുണ്ടാവാനാണ് വണ്ടികൾ? നമുക്ക് നമ്മുടെ വണ്ടിയുടെ സ്പീഡ്, വണ്ടിയുടെ അതിന്റെ പ്രവർത്തന കാര്യക്ഷമത, അല്ലെങ്കിൽ അതിന്റെ മൈലേജ്, ഇതൊക്കെ കൂടും. പിന്നെ അതിന്റെ ഡ്രെയിൻ പീരീഡ്, അതിന്റെ ഓയിൽ ചേഞ്ചിന്റെ കിലോമീറ്റർ ഒക്കെ കൂടുതലായിരിക്കും അങ്ങനത്തെ വണ്ടികൾ. ഇപ്പൊ നമ്മളിപ്പോ പഴയ വണ്ടികളിലെ 20W40 മാരുതി ഒക്കെ പറയുന്നത്, മാരുതി അങ്ങനത്തെ വണ്ടികളിലൊക്കെ പറയുന്നത് 10,000 കിലോമീറ്റർ ആണ് ഡ്രെയിൻ പീരീഡ് പറയുന്നത്. ഇപ്പൊ ഈ ആ സാധനം 15W40 അല്ലെങ്കിൽ 30 ഒക്കെ ആയപ്പോഴത്തേക്ക് അത് കൂടിയിട്ടുണ്ടോ? പുതിയ വണ്ടികൾക്ക് 15,000 20,000 വരെയൊക്കെ പറയുന്നുണ്ട്. 20,000 വരെ പറയുന്നത്, 15,000 തൊട്ട് 20,000 വരെ. 20,000 പറയുന്നുണ്ടല്ലേ? അപ്പൊ ആ ഇതിന് തന്നെ കൃത്യമായിട്ട് മാറിയാൽ മതി. ഇത് നമ്മളിപ്പോ ഇതിലെ സർവോന്റ് തന്നെ നമ്മുടെ സെമി സിന്തറ്റിക് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതെ, നമ്മുടെ സിന്തറ്റിക് ഓയിൽ വരുന്നുണ്ട്, 5W30 വരുന്നുണ്ട്, സിന്തറ്റിക് 5W30 വരുന്നുണ്ട്. സെമി സിന്തറ്റിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്കില്ല, സർവോനില്ല. സിന്തറ്റിക് ഓയില് ഇപ്പോ പല ആളുകളും സിന്തറ്റിക് ഓയിൽ ഉപയോഗിക്കാത്ത വണ്ടികളിൽ തന്നെ ഒഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ? സിന്തറ്റിക് ഓയിൽ ഒഴിക്കുന്ന വണ്ടി ഒന്നും കൂടി സ്മൂത്ത് ആവും. കാരണം അതിനകത്ത് ഏറ്റവും നല്ല ബേസ് ഓയിലാണ് നമുക്ക് യൂസ് ചെയ്യുക. നമുക്ക് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 5 തരത്തിലുള്ള 5 തരം ബേസ് ഓയിലുകളാണ് നമുക്ക് വരുന്നത്. അത് ഗ്രൂപ്പ് 4ഉം ഗ്രൂപ്പ് 5ഉം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സിന്തറ്റിക് ഓയിലുകൾ മെയിൻലി നമുക്ക് പ്രൊഡക്ഷൻ വരുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഡീസലിനും പെട്രോളിനും ഉപയോഗിക്കാവുന്ന ഒരു ടെക്നോളജി വരുന്ന ഒരു സിന്തറ്റിക് ഓയിലാണത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് API-SM ASIA A5B5 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു നമ്പറുള്ള അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക്കേഷൻ വരുന്ന ഈ ഓയിൽ ഡീസൽ വണ്ടിക്കും പെട്രോൾ വണ്ടിക്കും നമുക്ക് ഉപയോഗിക്കാം, രണ്ടിനും കോമൺ ആയിട്ട്. ഇപ്പൊ ഈ സിന്തറ്റിക് ഓയിൽ ഇപ്പൊ നോർമൽ ഓയിൽ ഇപ്പോ 5W30 ഒഴിക്കുന്ന എല്ലാ വണ്ടികൾക്കും സിന്തറ്റിക് ഓയിൽ
ഒഴിക്കാൻ പറ്റുമോ? ഒഴിക്കാൻ പറ്റും. കാരണം സ്ക്വയർ ഫീറ്റ് സെയിം ആവും. സെയിം ആണ്. ഈ നോർമൽ ഓയിൽ 5W30 ഇപ്പൊ ഒഴിക്കുന്ന വണ്ടികൾ ഒരു 15,000 കിലോമീറ്റർ ആണ് നമ്മുടെ ഡീലർ മറ്റേ ഇവര് പറയണ കമ്പനി പറയണ സിന്തറ്റിക് ഓയിൽ എത്ര കിലോമീറ്റർ കിട്ടും? നോർമൽ ഓയിൽ ഒഴിക്കുന്ന വണ്ടിക്ക് എന്തായാലും കാറിന് 15,000 കിലോമീറ്റർ. എത്രയാണ് നോർമൽ? 15,000 ഓടാം. സിന്തറ്റിക്കിന് 15,000 ഓടാം. ഇതിപ്പോ നോർമൽ 5W30 നോർമൽ എഞ്ചിനാണെങ്കിൽ 5 to 10 10,000 ഇടയിൽ മാറണമെന്നല്ലേ? അപ്പൊ ഇതും അതും തമ്മില് വിലയിൽ ഭയങ്കര ഇല്ല. നമ്മുടെ എഞ്ചിനീയറിന്റെ പ്രോഡക്റ്റുകൾക്ക് വിലയിൽ കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളില്ല. മറ്റു കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രൈസ് വളരെ കുറവാണ്. ക്വാളിറ്റി കൂടുതലാണ്, പ്രൈസ് കുറവാണ്. എഞ്ചിൻ ഓയിലിന് ഇതല്ലാണ്ട് എഞ്ചിൻ ഓയിൽസ് അല്ലാണ്ട് ഇപ്പൊ പുതിയ വല്ല പ്രോഡക്റ്റുകളും കൂളന്റ് അങ്ങനെ വല്ല ലോഞ്ച് ചെയ്തിട്ടുണ്ടോ? എഞ്ചിൻ ഓയിലിന് എല്ലാത്തരം പ്രോഡക്ട്സും ഉണ്ട്. പുതിയതായിട്ടല്ല ഇപ്പോ നമുക്ക് ലോഞ്ച് ചെയ്തതാണ്. നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ് 2-വീലർ സെഗ്മെന്റിൽ വരുന്ന SP ഗ്രേഡിലുള്ള 10W50 എന്ന് പറയുന്ന ഓയിലുണ്ട്. SP ഗ്രേഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ SP ഗ്രേഡ് ആണ്. മോട്ടോറിന് പോലും നമുക്ക് SM ഗ്രേഡ് ആണുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ SP ഗ്രേഡ് ആണ്. 10,000 കിലോമീറ്റർ ആണ് ഇതിന്റെ ഡ്രെയിൻ പീരീഡ് കമ്പനി പറയുന്നത്. 10,000 ടൂ വീലറിന്. ഒരു 125 cc മേളിലുള്ള വണ്ടികൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അതെ. ഇതിപ്പോ നമുക്ക് ഏത് ടൂ വീലറിന് ഉപയോഗിക്കാൻ പറ്റുമോ? 125 cc മേളിലുള്ള ടൂ വീലറിന് മാത്രമല്ല, 125 cc മേളില്. യെസ്. ഇത് സിന്തറ്റിക് തന്നെയാ? അതെ, സിന്തറ്റിക്. ഹൈപ്രസ്പോർട്ട് FI എന്നാണ് ഇതിനെ കമ്പനി തന്നെ. ഹൈപ്രസ്പോർട്ട് FI. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഓഫ് കേരളയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പവലിയനിലാണ്. അതില് നമ്മുടെ ഇന്ത്യൻ ഓയിലിന്റെ സർവോ സെക്ഷനിലെ ഈ തൃശ്ശൂർ ഏരിയ സെയിൽസ് മാനേജറാണ് നമ്മളോട് സംസാരിച്ചത്, ജെയ്സൺ ചേട്ടൻ. അപ്പോ എഞ്ചിൻ ഓയിലിനെ കുറിച്ച്, സർവോന്റെ എഞ്ചിൻ ഓയിലിനെ കുറിച്ചും നോർമൽ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ഉപയോഗിക്കുന്ന വ്യത്യാസങ്ങളെ കുറിച്ചും നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു ധാരണ ഈ വീഡിയോയിൽ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.